we will discuss a new topic, LU factorization. Let A be an n by n matrix if A can be written as a product A equal to LU, where L and U are lower triangular and upper triangular matrices respectively. Then we say that A equal to LU is an LU factorization of A. An LU factorization of a matrix A is also called an LU decomposition of the matrix A. അപ്പോൾ ഇവിടെ LU factorization എന്ന് പറഞ്ഞതാണ് A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു n by n മെട്രിക്സ് എടുക്കുകയാണ്. ആ മെട്രിക്സിനെ നമുക്ക് രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. L ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സും യു എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ആയിട്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക LU ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ LU ഡീകമ്പോസിഷൻ എന്ന് പറയും. അപ്പൊ ഏതൊരു മെട്രിക്സ് n by n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനെ രണ്ട് ഒരു ലോവർ മെട്രിക്സിന്റെയും ഒരു അപ്പർ മെട്രിക്സിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു മെട്രിക്സിനെ L ഇൻറ്റു യു എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കാം. അപ്പൊ അതിന് കുറച്ച് മെത്തേഡ് ഉണ്ട്. നമുക്ക് ആ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ എല്ലും യുവും കണ്ടുപിടിക്കാൻ ചെറിയ കുറച്ച് മെത്തേഡുകളുണ്ട്. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് 1 1 1 3 1 2 1 മൈനസ് 1 1 എടുക്കാം. ഇതിൽ യു എല്ലും നമ്മൾ കണ്ടുപിടിച്ചതാണ് ഓൾറെഡി. അപ്പൊ എൽ ഈക്വൽ ടു 1 0 0 3 1 0 1 1 1. ഈ എല്ലും യുവും എപ്പോഴും യുണീക്ക് ആവണം എന്നില്ല കേട്ടോ. യു എന്ന് പറയുന്നത് 1 1 1 0 മൈനസ് 2 മൈനസ് 1 0 0 1. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത എ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ എൽ യു ഈക്വൽ ടു 1 0 0 3 1 0 1 1 1 ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ 1 1 1 0 മൈനസ് 2 മൈനസ് 1 0 0 1. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 1 1, ബാക്കി രണ്ടും 0 ആണ്. അപ്പൊ 1 കിട്ടും. 1 ഇൻറ്റു 1 1, ബാക്കി രണ്ട് 0, അപ്പൊ അവിടെ 1 തന്നെ കിട്ടും. 1 ഇൻറ്റു 1 1, ഇത് ബാക്കി രണ്ട് 0, അപ്പോൾ അവിടെ 1. ഇനി 3 ഇൻറ്റു 1 3, ഇവിടെ 1 ഇൻറ്റു 0 0 0 ഇൻറ്റു 0 0, ആ ടൈം മാത്രമേ ഉള്ളൂ. ഇനി 3 ഇൻറ്റു 1 1, അല്ല 3 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2, അപ്പോൾ 3 മൈനസ് 2 1 വരും. 3 ഇൻറ്റു 1 1, 3 ഇൻറ്റു 1 3, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1, 3 മൈനസ് 1 2 വരും. ഇവിടെ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2, 1 മൈനസ് 2 മൈനസ് 1, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1, 1 ഇൻറ്റു 1 1, അപ്പോൾ 2 മൈനസ് 1 1 കിട്ടും. അത് തന്നെയല്ലേ നമ്മുടെ മെട്രിക്സ് എ നോക്കി. അപ്പോൾ ഇങ്ങനെ ഏതൊരു മെട്രിക്സിനെ നമുക്ക് എൽ ഇൻറ്റു യു എന്ന് പറഞ്ഞ ഫോമിൽ, ഇത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ, അപ്പർ ഭാഗത്ത് 0യും ലോവറിലെ വാല്യൂസേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നോക്കിയേ, ഡയഗണലിന്റെ താഴേക്ക് 0യും. അപ്പൊ ഇങ്ങനെ രണ്ട് മെട്രിക്സിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഈ എൽ യു എപ്പോഴും യുണീക്ക് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു എല്ലും യുവും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അങ്ങനെ സാധാരണ ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എഴുതുക. ഇങ്ങനെ രണ്ട് വാല്യൂസ് കൊടുക്കാതെ ഇവിടെ ജസ്റ്റ് എലമെന്റ്സ് A11 A21 അങ്ങനെ കൊടുത്ത്, ഇവിടെ അതുപോലെ B11 B12 അങ്ങനെ എലമെന്റ്സ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എനോട് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. ആ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്താൽ മതി. ആ മെത്തേഡ് എന്ന് പറയുന്നത്
ഡൂലിറ്റിൽസ് മെത്തേഡ് എന്ന് പറയും. ഡൂലിറ്റിൽസ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ആ മെത്തേഡാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡൂലിറ്റിൽസ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് LU ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട മെട്രിക്സ് A ആയിട്ട് എടുക്കാം. ലെറ്റ് A be the given matrix. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് U യൂസിങ് റോ അഡീഷൻ ടു 0 ഔട്ട് ദ എൻട്രീസ് ബിലോ ദ മെയിൻ ഡയഗണൽ ഓഫ് മെട്രിക്സ് A. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് ഒരു 3x3 മെട്രിക്സിന്റെ കേസ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് വിചാരിക്കാം. A എന്ന് പറഞ്ഞ മെട്രിക്സിനെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ മെയിൻ ഡയഗണലിന്റെ താഴേക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഈ A21, A31, A32 ഈ 3 ഭാഗത്തും 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 ആക്കും. ഈ എലമെന്റ്സ് മാറുക, 1, 2, 3 ഈ 3 എലമെന്റ്സേ മാറുള്ളൂ. നമ്മൾ ഫസ്റ്റ് റോയിൽ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് എലമെന്റ് 1 ആക്കുമൊന്നും വേണ്ട, ഫസ്റ്റ് റോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ബാക്കി ഈ 3 എലമെന്റ്സിനെ 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് ഇവിടെ എഴുതാം. ഫസ്റ്റത്തെ ഈ 2 0 ആക്കാനുള്ള ഓപ്പറേഷൻ ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഒരു സ്റ്റെപ്പ് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ 0 ആക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണല്ലോ. അപ്പൊ ഇത് U ആയിട്ട് എടുത്തു. അപ്പൊ ഈ കിട്ടിയ മെട്രിക്സ് U ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയാൻ പോകുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. കീപ് എ റെക്കോർഡ് ഓഫ് ദ നെഗറ്റീവ്സ് ഓഫ് ദ മൾട്ടിപ്ലയേഴ്സ് ഓഫ് ദ റോസ് used in step 1 by entering these numbers in an appropriate sized identity matrix I. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിച്ച മൾട്ടിപ്ലയേഴ്സ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിന്റെ നെഗറ്റീവ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് റോ റിഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ് U ആയിട്ട് കിട്ടിയത് അല്ലേ. ഇതാണ് U അപ്പർ മെട്രിക്സ് ആയിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഈ എലമെന്റിനെ നമ്മൾ 0 ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ R2നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു R2 പ്ലസ് CR1 ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോഴാണ് നമുക്ക് ഇവിടെ 0 കിട്ടിയത്. R2 പ്ലസ് CR1 ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ 0 കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ C ആണ് ഇവിടെ R1 കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് -C എടുക്കാം, അതിന്റെ നെഗറ്റീവ് എടുക്കാനാണ്. മൾട്ടിപ്ലയേഴ്സിന് നെഗറ്റീവ് എടുക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ -C എടുത്തു. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിൽ ഇതേ പൊസിഷനിൽ നമ്മൾ -C ആഡ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് 3x3 ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എടുക്കണം. 1 0 0 0 1 0 0 0 1 ഈ മെട്രിക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, -C അവിടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റെക്കോർഡ് -C എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏത് പൊസിഷനിലായിരിക്കും, ഈ പൊസിഷനിൽ -C ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് വരും, 1 0 0 -C 1 0 വരും. അതുപോലെ ഇവിടെ ഈ എലമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ തേർഡ് റോയിന്റെ കൂടെ R3 എന്ന് പറയുന്നത് R3 പ്ലസ് സം R1 ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഡിന്റെ നെഗറ്റീവ് എടുത്തിട്ട് ഇതേ പൊസിഷനിൽ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ആ പൊസിഷനിൽ അതിന്റെ നെഗറ്റീവ് ആഡ് ചെയ്യാം. അതുപോലെ ഇവിടെ 0 കിട്ടാൻ വേണ്ടി നമ്മൾ R3യിൽ എന്ത് ഓപ്പറേഷനാണ് ചെയ്തത്, അതിന്റെ നെഗറ്റീവ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ നോക്കിയേ ഡയഗണൽസിന്റെ മേലെ 0 ആണ്, താഴെ നോൺ സീറോ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതാണ് എന്ത് കിട്ടുക, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുക. അപ്പൊ നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഓൾറെഡി കിട്ടി, അതിന്റെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇതാണ് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലോവർ LU ഫാക്ടറൈസേഷൻ ചെയ്യുക. ഒരു A എന്ന് പറഞ്ഞ മെട്രിക്സിനെ LU ഫാക്ടറൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ A = L × U എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഈ മെത്തേഡ് കൂടുതൽ ക്ലിയർ ആയിട്ടില്ലെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.